ലോകത്ത് ചില രാജ്യങ്ങളുണ്ട്, അത് നമുക്ക് നേരിട്ട് ആ രാജ്യങ്ങളുമായി ഇടപെടാൻ കഴിയില്ല. അതിന് പ്രധാന കാരണം ആ രാജ്യങ്ങളിൽ വ്യവസ്ഥാപിതമായിട്ട് ഉള്ള ഒരു ഭരണകൂടമില്ല. കൃത്യമായി പറഞ്ഞാൽ വെളിവും വെള്ളിയാഴ്ചയുമില്ലാത്ത രാജ്യങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. ആ രാജ്യങ്ങളുടെ ഓരോ പ്രദേശവും പ്രത്യേക ഗ്രൂപ്പുകളോ ഭീകരവാദികളുടെ പിടിയിലാണ് ഭരണം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു സിറിയ. നമുക്കറിയാം, മുൻപ് യമനിൽ കുടുങ്ങിക്കിടന്ന മലയാളികളടക്കമുള്ള നഴ്സുമാരെ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ അന്നത്തെ വിദേശകാര്യമന്ത്രി ആയിരുന്ന സുഷമ സ്വരാജ് വഹിച്ച പങ്ക്, അന്ന് നമ്മളുടെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ബന്ധപ്പെട്ടത് യമൻ ഭരണകൂടത്തിന് മാത്രമായിരുന്നില്ല, പ്രാദേശികമായ പ്രദേശങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഭീകരവാദ ഗ്രൂപ്പുകൾ ഉൾപ്പെടെയുള്ളവയുമായി ചർച്ച നടത്തിയിട്ടായിരുന്നു നമ്മളുടെ നഴ്സുമാരെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞത്. ഏതായാലും ഇപ്പോൾ അതിൻ്റെ പോലത്തെ തന്നെ സമാനമായ ഒരു സാഹചര്യം, ഒരു കൂട്ടം ആളുകളെയല്ല, മലയാളിയായ നിമിഷപ്രിയ എന്ന് പറയുന്ന യുവതിയെ തൂക്കിലേറ്റാൻ ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ നടക്കുന്ന വലിയൊരു നയതന്ത്ര നീക്കം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മൾക്ക് ഒന്നും തന്നെ, അതായത് മറ്റ് രീതികൾ ഒന്നും തന്നെ സാധ്യമാകില്ല. അവിടെ ആകെ സാധ്യമാകുന്ന ഒരു കാര്യം കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടലാണ്. കേന്ദ്രത്തിന് യമൻ പോലൊരു രാജ്യത്ത് ഇടപെടുന്നതിന് ധാരാളം പരിമിതികളുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യവസ്ഥാപിതമായ ഒരു ഭരണകൂടമോ ഭരണഘടനയോ ഉള്ള രാജ്യമല്ല, പ്രാദേശികമായി തന്നെ അനവധി ഭരണകൂടങ്ങളുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെടാനായി ഇറാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അവസാന മണിക്കൂറുകൾ, അതായത് തൂക്കിക്കൊല്ലുന്നതിന് അല്ലെങ്കിൽ വധശിക്ഷ നടപ്പാക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇന്ത്യ നടത്തിയ ഏറ്റവും വലിയ നയതന്ത്ര നീക്കം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. ഇറാൻ ഔദ്യോഗികമായി ഇടപെടും, മാനുഷിക പരിഗണിച്ചുകൊണ്ട് തങ്ങൾ ഇടപെടുമെന്ന് ഇറാൻ്റെ വിദേശകാര്യ വക്താവ് തന്നെ അറിയിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇറാൻ്റെ വിദേശകാര്യ സഹമന്ത്രി റവഞ്ചി ദില്ലിയിലുണ്ട്. അദ്ദേഹം എത്തിയത് നമ്മളുടെ ചബാർ തുറമുഖത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഇറാനിൽ വലിയ രീതിയിൽ തന്നെ നിക്ഷേപം നടത്തുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഊർജ്ജേതര വിഭവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും, അതായത് ഇറാൻ ഇന്ത്യ ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന് വേണ്ടിയിട്ട് നടക്കുന്ന ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ് ഇറാൻ വിദേശകാര്യ സഹമന്ത്രി റവഞ്ചി ഇന്ത്യയിലെത്തിയത്. അദ്ദേഹത്തോടൊപ്പമുള്ള ഉദ്യോഗസ്ഥരാണ് പറഞ്ഞത് യമനിലെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി തങ്ങൾ ഇടപെടുന്നു എന്നുള്ളൊരു വിവരം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നു. ഒരു വമ്പൻ നീക്കം എന്ന് തന്നെ പറയാം. ഏതായാലും പ്രാർത്ഥനയോട് കൂടി തന്നെ നമുക്കത് കാത്തിരിക്കേണ്ടി വരും. കാരണം ഇതുപോലുള്ള അനവധി പ്രാദേശിക ഗ്രൂപ്പുകളുണ്ട്, ഭീകരവാദ ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഇറാൻ നിയന്ത്രിക്കുന്ന ഗ്രൂപ്പുകളടക്കം യമനിലുണ്ട്. അത്തരത്തിൽ ആ ഗ്രൂപ്പുകളുമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇറാൻ്റെ പ്രതിനിധികൾ സംസാരിക്കുക. ഏതായാലും ഇന്ത്യ നടത്തിയ ഒരു വമ്പൻ നീക്കം, നയതന്ത്ര നീക്കം എന്ന് തന്നെ പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.